നെടുമങ്ങാട്, പാലോട്, പടത്തറ, ആര്യങ്കാവ്, ചെങ്കോട്ട വഴി 5:10 പുറപ്പെടുന്ന തെങ്കാശി ബസ്സിലേക്കുള്ള സീറ്റ് റിസർവേഷൻ കൂപ്പൺ കൗണ്ടർ നമ്പർ 2 നിന്നും വാങ്ങാവുന്നതാണ്. ഈ യാത്രയുടെ അവസാനം അത്ര ശുഭകരമല്ല, എന്നാലും പോകണം. തിരുവനന്തപുരം നഗരം കടന്ന് നെടുമങ്ങാട്ടിലെ ഗതാഗതക്കുരുക്ക് മറികടന്ന് മുന്നോട്ട്. ഇരുട്ടിനെ വകഞ്ഞുമാറ്റി കാട്ടുപാതയിൽ കരുതലോടെ അയൽ നാട്ടിലേക്ക്. KSRTC ബസ്സിൽ തെങ്കാശിയിലേക്ക് വന്നത് കുറച്ചുപേരുടെ ജീവിതം കാണിക്കാനാണ്. നമ്മൾ കാർഡ്ബോർഡ് വിരിക്കും, ഫ്ലെക്സ് ബോർഡ് വിരിക്കും. അങ്ങനെ കിടന്നല്ലേ പറ്റൂ. സീറ്റിൽ കിടന്നാൽ നടുവേദന ഉണ്ടാവും. അല്പം നിവർന്ന് കിടക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നടുവേദന ഒഴിവായി കിട്ടും. ഇതൊരു ബസ് സ്റ്റാൻഡല്ലേ, അപ്പോൾ അതിൻ്റേതായ ബഹളമുണ്ട്. ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, മറ്റുള്ള ആൾക്കാരുടെ ബഹളങ്ങളെല്ലാം ഉണ്ട്. അതൊക്കെ ഒരു പ്രധാന ഘടകമാണ്. ഒരു 4 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ മാത്രമേ ഉറക്കം കിട്ടാറുള്ളൂ. പാല, മാവേലിക്കര, കൊട്ടാരക്കര, കൊല്ലം, തിരുവനന്തപുരം തുടങ്ങി പലയിടത്തു നിന്ന് വരുന്ന 12 വണ്ടികൾക്കാണ് ഇവിടെ സ്റ്റേ ഉള്ളത്. ഒന്നുകിൽ സീറ്റിൽ ഒടിഞ്ഞു തൂങ്ങിയിരിക്കാം, അല്ലെങ്കിൽ ചെളിയും അഴുക്കും നിറഞ്ഞ പ്ലാറ്റ്ഫോം തന്നെ ശരണം. തല ചായ്ക്കാൻ സ്ഥലമില്ല. ഡ്രൈവർ ഒറ്റ ഇരിപ്പിലിരുന്ന് രാവിലെ തൊട്ട് രാത്രി വരെ ഓടിക്കുന്നതാണ്. കണ്ടക്ടർ അത്യാവശ്യം പിന്നെയെങ്കിലും നടക്കുന്നുണ്ട് കഴിച്ച്. പക്ഷേ ഇവർക്കൊന്ന് കുറുക്ക് നോക്കണമെങ്കിൽ ഈ കാണുന്ന പോലെ ശവപ്പെട്ടി കിടക്കും പോലെ കിടക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ ഒന്ന് നേരെ തിരിഞ്ഞോ മറിഞ്ഞോ ഒന്നും കിടക്കാനുള്ള ഒരു സാഹചര്യം അല്ല ബസ്സിനകത്തുള്ളത്. കോട്ടയത്തു നിന്നെത്തിയ വനിതാ കണ്ടക്ടറുടെ ജീവിതവും മാസത്തിൽ പകുതി ഈ ഇരുമ്പ് കൂട്ടിലാണ്. പക്ഷെ പരാതിയില്ല. എന്തെങ്കിലും പറഞ്ഞു പോയാൽ നടപടി വരുമോ എന്ന് പേടി. പക്ഷെ മദ്യപിച്ചെത്തുന്ന ഇത്തരക്കാരെ സഹിച്ച് തൊഴിലെടുക്കുന്ന വനിതാ പോരാളിയെ കാണിക്കാതെ ഈ വാർത്ത പൂർത്തിയാകില്ല. ഒരു വനിതയടക്കം നമ്മുടെ 24 KSRTC ജീവനക്കാർ ഇങ്ങനെ ഒട്ടും സുരക്ഷിതമല്ലാത്ത അവസ്ഥയിൽ രാത്രിയിൽ കിടന്നുറങ്ങുന്നത് തെളിയിക്കുന്നത് നമ്മുടെ പൊതുഗതാഗത സംവിധാനത്തിൻ്റെ ദയനീയമായ അവസ്ഥയാണ്. ഇവിടുത്തെ കിടപ്പ് നമുക്കൊരു സ്വസ്ഥതയില്ലാത്ത കിടപ്പാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയിൽ സീറ്റുമ്മയാണ് കിടക്കണം. പിന്നെ അതേപോലെ യാത്രക്കാർ കംപ്ലീറ്റ് ഫുഡ് കഴിച്ചാലും എന്ത് കഴിച്ചാലും വണ്ടിയിൽ തന്നെ ഇട്ട് പോകണേ. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് പാറ്റ മറ്റുള്ള സാധനങ്ങളൊക്കെ നമ്മളെ ഉപദ്രവിക്കും. തെങ്കാശിയിലെത്തുന്ന നമ്മുടെ KSRTC ജീവനക്കാർ ആശ്രയിക്കുന്നത് ഈ കാണുന്ന ശുചിമുറിയാണ്. പുറത്ത് തന്നെ നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം അത്രയധികം ദുർഗന്ധം. കണ്ടില്ലേ, സെപ്റ്റിക് ടാങ്കൊക്കെ പൊട്ടി മാലിന്യം പുറത്തേക്ക് ഒഴുകുന്ന കാഴ്ചകളാണ് കാണുന്നത്. ഇതിൻ്റെ നടുക്കാണ് നമ്മുടെ ജീവനക്കാർ രാത്രിയിൽ കിടന്നുറങ്ങുന്നത്. അന്നമാണല്ലോ വലുത്. നമുക്ക് രാഷ്ട്രീയമില്ലല്ലോ. നമുക്കുള്ളത് വിശപ്പിൻ്റെ രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ. വളരെയധികം പ്രതികൂലമായ അവസ്ഥയിലാണ് ഇവരെല്ലാം തൊഴിലെടുക്കുന്നത്. ഗതികേട് കൊണ്ട് മാത്രമാണ് ഇതെല്ലാം പുറത്ത് പറയുന്നത് തന്നെ. ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരുപക്ഷെ മേലുദ്യോഗസ്ഥർ വിചാരിക്കുന്നത് എന്തെങ്കിലും തരത്തിലുള്ള വകുപ്പ് തല നടപടിയെടുക്കാൻ കഴിയുമോ എന്നുള്ളതൊക്കെ ആയിരിക്കും. കഷ്ടമാണ്, ദയവായി അങ്ങനെ ചെയ്യരുത്. ഒരുപക്ഷെ മന്ത്രി KB ഗണേഷ് കുമാർ വിചാരിച്ചാൽ ഒരു ഫോൺ കോളിലൂടെയോ ഒരു കത്തിലൂടെയോ ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ കഴിയും. ഉറപ്പാണ്, ഞങ്ങൾക്കത് വിശ്വാസമുണ്ട്. ദയവായി തകർക്കരുത്. തെങ്കാശിയിൽ നിന്നും പ്രേം ശശിക്കൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്.